So, Assalamu alaikum, good evening and namaskaram. MUMentum ടീമിന്റെ ഏഴാമത്തെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ വെബിനാർ ഹോം സ്കൂളിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും വെബിനാറുകൾ ചെയ്യുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിരുന്നൊരു കാര്യമല്ല. പക്ഷെ താങ്ക്ഫുള്ളി നമുക്ക് കിട്ടിയ സപ്പോർട്ട്, അതേപോലെ ഫീഡ്ബാക്ക് ഒക്കെ കാരണം നമുക്ക് ഇത്രയും വെബിനാറുകൾ ചെയ്യാൻ പറ്റി. അതേപോലെ നമുക്ക് കിട്ടിയ സ്പീക്കേഴ്സ്, അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇതൊന്നും പറ്റില്ല. പിന്നെ ഫൈനലി പറയുകയാണെങ്കിൽ ക്യാമ്പ് എന്ന ഓർഗനൈസേഷൻ, ഈ ഒരു ഓർഗനൈസേഷന്റെ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധിച്ചത്. So big thank you to the speakers, to CAMP and to all of you for supporting us. So ഇന്നത്തെ ടോപ്പിക് മൈൻഡ് ആൻഡ് ബോഡി വെൽബീങ് ഡ്യൂറിങ് പാൻഡമിക് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ റെലവൻസ് ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു അൺസർട്ടൺ സാഹചര്യത്തിൽ നമുക്ക് ചുറ്റുള്ള കുറെ കാര്യങ്ങൾ മാറി, നമുക്ക് ഇപ്പൊ ഫാമിലിയെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ സൂക്ഷിക്കാം അല്ലെങ്കിൽ ശ്രദ്ധിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ സ്പീക്കർ സംസാരിക്കാൻ പോണത്. അപ്പൊ ഇന്നത്തെ സ്പീക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ മീതു പോൾ. ഷീസ് എ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ്. അവര് നോർത്തംബ്രിയ ട്രസ്റ്റിൽ വർക്ക് ചെയ്യാണ്, ന്യൂകാസലിലാണ് ഇപ്പോൾ. അപ്പൊ 7 കൊല്ലമായിട്ട് സൈക്കാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മീതു നാട്ടിലും അതേപോലെ യു കെയിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ മീതു എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്, അതേപോലെ വർക്കിംഗ് പാർട്ട്ണർ ആണ്. അതിന്റെ ഒക്കെ ഉപരി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ്. സോ ഐം വെരി ഹാപ്പി ടു ഇൻവൈറ്റ് മീതു. ജസ്റ്റ് ബിഫോർ ഐ ഹാൻഡ് ഓവർ, ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ മീതുവിന്റെ ടോക്ക് കഴിഞ്ഞിട്ട് ഷീൽ ബി ഏബിൾ ടു ആൻസർ. സോ പ്ലീസ് പോസ്റ്റ് യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ ചാറ്റ് ബോക്സ്. അപ്പോ ഷീൽ ബി ഏബിൾ ടു ആൻസർ അറ്റ് ദി എൻഡ് ഓഫ് ഹർ ടോക്ക്. സോ മീതു, വെൽക്കം. ഓവർ ടു യു. Okay. Thank you, Shenu. First of all, thank you actually for the MUMentum team, actually for organizing the webinar and also എന്നെ ഇതിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തതിന്. പിന്നെ എല്ലാവർക്കും നമസ്കാരം. So I know that the team has done കുറേ webinars on variety of topics like baking, gardening, dental care, so kind of a broad spectrum for a variety of needs. പിന്നെ അതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ മീതു, ഐ എം എ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ്. ഞാനിവിടെ ന്യൂകാസിലാണ്. ഞാനിവിടെ ജോലി ചെയ്യുന്നത് ന്യൂകാസിൽ തന്നെയാണ്. ഐ വർക്ക് വിത്ത് സീരിയസ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരുടെ കൂടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടൊന്നും അല്ല. I am just generally talking about a current situation. How can we actually remain well? And what are our stresses? How can we identify it? അങ്ങനെ ഒരു ബ്രോഡ് സ്പെക്ട്രം ആയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഐ എം ഓൾസോ ബ്രീഫ്ലി സംസാരിക്കാൻ പോകുന്നത് മെന്റൽ ഹെൽത്ത് conditions, some of the common conditions. And വേറൊരു കാര്യം, this is just a talk which is for general public. This is not ഒരു മെഡിക്കൽ ടോക്ക് അല്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും മെഡിക്കൽ ടെർമിനോളജി വരുമായിരിക്കും, which I'll try to adjust. Okay, so I'm going to try and share my screen to actually start my presentation. പക്ഷേ I'm not able to because it says I've been disabled to share screen. Yeah, one second. ഒരു മിനിറ്റ് ട്ടോ, able ചെയ്യാം. Now check. Let me try. Okay, yeah. കാണാവോ? കാണുന്നുണ്ട്. Okay, thank you. So this is my ഇന്നത്തെ എൻ്റെ ഒരു agenda ഇതാണ്. I'm just generally talking about mind and body, how they interact together, പിന്നെ how we can manage a healthy mind, a healthy body. What is stress, what is burnout, how can you identify it, പിന്നെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാനുള്ള strategies, and also ഈ current situation with COVID-19, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ precautions എടുക്കാവുന്നത്, and briefly, as I said before, about mental health conditions also. Now,
See, we are just a person as a whole. അപ്പം നമുക്ക് മനസ്സുണ്ട്, ശരീരമുണ്ട്, ആൻഡ് ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്താലാണ് നമുക്ക് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഇസ് ലൈക്ക് ഒരു കമ്പ്യൂട്ടർ മാതിരിയാണ്. കമ്പ്യൂട്ടർ ഹാസ് ഗോട്ട് സോഫ്റ്റ്വെയർ ആൻഡ് ഓൾസോ ഒരു ഹാർഡ്വെയറും ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്താലാണ് the computer can work properly. അപ്പം some of the things നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യും, ആൻഡ് ഓൾസോ വൈസ് വേഴ്സ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ടെൻഷൻ വരുമ്പോൾ ഒത്തിരി ശരീരത്തിന് ഓരോ എക്സ്പീരിയൻസസ് ഉണ്ടാവും. ലൈക്ക് വയറിൻ്റെ ഉള്ളിൽ കിടന്ന് ഉരുണ്ടു മറിയുന്ന മാതിരി തോന്നും, ചില ആൾക്കാർക്ക് വേർക്കുന്ന മാതിരി തോന്നും, വരയ്ക്കുന്ന മാതിരി തോന്നും. ഇതെല്ലാം ഒരു there is some scientific reasoning for it, and അതിൻ്റെ ഉള്ളിൽ ഒരു ബോഡി റിയാക്ഷൻ നടന്നിട്ടാണ് ഈ എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടാവുന്നത്. സോ കുറച്ച് നാൾ മുമ്പ് ഈവൻ ഇൻ ഇംഗ്ലണ്ട് ഒരു നമ്മുടെ മനസ്സിന്റെ ഹെൽത്തും ഒരു ശരീരത്തിന്റെ ഹെൽത്തും ആക്ച്വലി രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പൊ പീപ്പിൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു ലുക്ക് ആഫ്റ്റർ ദെയർ ഫിസിക്കൽ ഹെൽത്ത്. ശരീരം നന്നായിട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ മരണങ്ങളൊക്കെ ചെറുപ്പത്തിലേ സംഭവിച്ചു. പിന്നെ there was a ഓക്സ്ഫോർഡ് സ്റ്റഡി. അപ്പൊ അതിൽ എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഇഫ് ക്യാൻസർ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഒരു പക്ഷേ വിഷാദവും ഉത്കണ്ഠയൊക്കെ വരും ബിക്കോസ് ഓഫ് അവരുടെ ക്യാൻസർ എന്ന ഡയഗ്നോസിസ് കാരണം. സോ നമ്മൾ ആ ഉത്കണ്ഠയും വിഷാദവും ഒക്കെ ട്രീറ്റ് ചെയ്താൽ തന്നെ അവരുടെ അസുഖം, ക്യാൻസറിന്റെ ഔട്ട്കം ആക്ച്വലി ഈസ് ബെറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും മറ്റു ശരീരത്തിന്റെ ആരോഗ്യം രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കൊരു നല്ല സ്റ്റേറ്റ് ഓഫ് മൈൻഡും സ്റ്റേറ്റ് ഓഫ് ബോഡിയും ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പൊ ഇംഗ്ലണ്ടിൽ തന്നെ ഈ നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ഒരു 5 year ഫോർവേഡ് വ്യൂല് അവരുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ, ഈ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുമിച്ച് കൊണ്ടുപോകണം, അതിനുള്ള കെയർ ഒരുമിച്ച് ഒരു പാത്വേയിലാക്കണം എന്നുള്ളതാണ്. സോ ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും രണ്ടിനും വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കണ്ട. സോ ഹൗ യു ക്യാൻ മെയിൻറ്റെയിൻ ഒരു ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ്, എങ്ങനെ ആ ഒരു സ്റ്റേറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിന് മോസ്റ്റ് ഓഫ് ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പലതും എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. അപ്പം ഒന്ന് നോക്കുകയാണെങ്കിൽ, നല്ലതായിട്ട് ഉറക്കം വേണം. അപ്പൊ നമുക്കൊരു ആവശ്യത്തിനൊരു ഉറക്കം എത്രയാണ്, ഐ തിങ്ക് അത് ഓരോരുത്തർക്കും അത് ഒത്തിരി വേറെയാണ്. ബിക്കോസ് ചിലർക്ക് കുറച്ച് നേരം ഉറങ്ങിയാൽ മതി, ചിലർക്ക് ഒത്തിരി നേരം വേണം. പക്ഷേ ഒരു ആവറേജ് അഡൽട്ടിന് ഏകദേശം ഒരു 7 to 9 മണിക്കൂർ വരെ ഉറക്കമാണ് ആവശ്യമുള്ളത്. ഉറക്കമുള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ശരീരത്തിന് ഹീൽ ചെയ്യാൻ പറ്റുന്നു. സോ ഇൻഫാക്ട് നമ്മുടെ ഹാർട്ട് കണ്ടീഷൻസിനൊക്കെ ആവശ്യത്തിന് ഉറക്കം ആവശ്യമാണ്. കാരണം അതിൻ്റെ ബ്ലഡ് വെസൽസിനൊക്കെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഉറക്ക സമയത്താണ്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സഹായിക്കും, നമ്മളുടെ ഗ്ലൂക്കോസ് കൺട്രോളിനെ അത് സഹായിക്കും. പിന്നെ അത് ഓൾസോ ഹെൽപ്സ് us to refresh പിറ്റേ ദിവസം. സോ സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പിന്നെ എക്സസൈസിന് ഓഫ് കോഴ്സ് നമ്മളത് കൂടുതൽ ഫിറ്റ് ആക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ വേറെ ഒരു കാര്യമുണ്ട്. എക്സസൈസ് ഒരു പർട്ടിക്കുലർ ഒരു പെപ്റ്റൈഡിനെ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യും. അതിൻ്റെ പേരാണ് എൻഡോർഫിൻ. അത് ആക്ച്വലി ഹെൽപ്സ് us to feel better. നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യുന്നു, നമ്മുടെ പെയിൻ റിലീഫിനും ഹെൽപ്പ് ചെയ്യുന്നു. സോ ഒരു ആവറേജ് എക്സസൈസ് എല്ലാവരും ചെയ്യണം. അത് ഇവിടുത്തെ ഹെൽത്ത് കെയറിന്റെ റെക്കമെൻഡേഷൻസ് എന്ന് വെച്ചാൽ, യു ഹാവ് ടു ഡു അബൌട്ട് 30 മിനിറ്റ് എക്സസൈസ് 5 ദിവസം ഒരാഴ്ചയിൽ. വെൻ ഐ സേ എക്സസൈസ്, കുറച്ച് നമുക്ക് അതിൽ ശരീരം കുറച്ച് സ്ട്രെയിൻ ചെയ്യണം. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ ഹാർട്ട് കുറച്ച് സ്പീഡിൽ അടിക്കുന്ന മാതിരി തോന്നും. ആൻഡ് ദെൻ യു വിൽ സ്റ്റാർട്ട്, നമ്മുടെ ശ്വാസം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ തുടങ്ങും. പിന്നെ 2-3 ബേസിക് കാര്യങ്ങൾ, ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്തി ഡയറ്റ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പർട്ടിക്കുലർലി ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിൻ്റെ സമയത്ത്. ബിക്കോസ് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഈസ് റിയലി നീഡഡ് ടു ഫൈറ്റ് ദിസ് വൈറസ്. അപ്പം യു നീഡ് ടു ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത്
proteins, with carbohydrates, പിന്നെ vitamins and minerals. When I say carbohydrates, it's like ariyum, wheat ellana. Pinna there are other softer things which we need to maintain for our well-being. Adanangi, when I'm talking about is friendships and social circles. Other they are very important because it allows you to relax and have a good time. Pinna വേറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ you have to think in terms of how you can intellectually stimulate you. It could be very simple things and very broad things. For example, നന്നായിട്ട് ബേക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ maybe one way to intellectually stimulate you is to try to put a new recipe together. ഒരു പുതിയ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കുകയാണ്, അതാവാം. പിന്നെ meditation and mindfulness is എനിക്കറിയില്ല ബാക്കി ആൾക്കാരെ പറ്റി. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെ 4 കാര്യങ്ങളുണ്ടാവും. അതുമാതിരി ബിക്കോസ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. സോ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് ഈസ് ആക്ച്വലി നമ്മൾ ഫോക്കസിങ് ഓൺ വൺ തിങ് അറ്റ് എ ടൈം. അപ്പം അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. യു ആർ നോട്ട് മറ്റു കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു അറ്റൻഷനെയും നമ്മുടെ അവയർനെസ്സിനെയും സ്ട്രീംലൈൻ ചെയ്ത് സോ യു ക്യാൻ ആക്ച്വലി ഫോക്കസ് ഓൺ ഒരു കാര്യത്തിൽ. So that actually help us to നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒരു സ്റ്റേബിൾ മൂഡ് ആവാനുമായിട്ട് നമ്മളെ സഹായിക്കും. സ്പിരിച്വാലിറ്റി, റിലീജിയൻ ഈസ് നമ്മൾക്ക് obviously as Indians and as Malayalis നമ്മളെല്ലാവരും പലരും ദൈവഭക്തരാണ്. I think our relationship with God is important കാരണം it actually allows us to sort of നമ്മുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ നമുക്കൊരു സ്റ്റെബിലിറ്റി തരുന്ന ഫാക്ടറാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി അത് നമുക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യമാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണത് ഇറ്റ്സ് നമ്മുടെ വെൽബീയിങ്ങിന് വളരെയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ കുറച്ച് സംസാരിക്കാൻ പോകുന്നത് സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ടിനെ പറ്റിയാണ്. നമ്മൾ ഭയങ്കര ലൂസായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സ്ട്രെസ് ആണ് എന്ന്. സോ ഈ ഇറ്റ് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് അത്. പക്ഷെ അത് എന്താണ് ആക്ച്വലി എനിത്തിങ് ക്യാൻ ബി എ സ്ട്രെസ്. ബിക്കോസ് നമുക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു, പ്രോബബ്ലി നമ്മുടെ കുട്ടിയുടെ സ്കൂളിൽ നിന്നായിരിക്കാം, നമ്മൾ ജോലിയിലായിരിക്കാം. സഡൻലി അത് നമുക്കൊരു ചെറുതായിട്ടൊരു പ്രഷർ തരും. സോ എനിത്തിങ് ക്യാൻ ബി എ സ്ട്രെസ്. ലൈക്ക് ചില ആൾക്കാർക്ക് നോട്ട് ഏബിൾ ടു നമുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു സ്ട്രെസ് ആവാം. പിന്നെ കൂടുതലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാവുന്നത് സ്ട്രെസ് ആവാം. വീട് ചേഞ്ച് ചെയ്യുന്നത് ഒരു സ്ട്രെസ് ആവാം. ഓർ ചെറിയ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡേ ടു ഡേ ഹാസിൽസ്, ഒരു 3-4 കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുള്ളതുണ്ടെങ്കിൽ തന്നെ ഒരു സ്ട്രെസ് ആയിട്ട് വരാം. സോ അത് മാത്രമല്ല, ദർ ക്യാൻ ബി വലിയ കാര്യങ്ങൾ ഉണ്ടാവും, ലൈക്ക് എ കാറ്റസ്ട്രോഫി, ഇപ്പോഴത്തെ കറണ്ട് COVID-19. സോ ഓൾ ഓഫ് ദീസ് ക്യാൻ കോസ് എ ഡിഗ്രി ഓഫ് സ്ട്രെസ്. But it's not always a bad thing. What it allows is നമ്മുടെ body and നമ്മുടെ mind realizes that ഇതൊരു difficult and stressful situation ആണ്, അല്ലെങ്കിൽ ഇതൊരു situation that needs attention. So നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നു to get ourselves prepared for the situation. അപ്പം നമ്മൾ യൂഷ്വലി ചില ഹോർമോൺസ് ഒക്കെ റിലീസ്ഡ് ആവും. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നോട്ടീസ് ചെയ്യും. നമ്മൾ നോട്ടീസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് കൂടുതലായിട്ട് ബീറ്റ് ചെയ്യുന്ന മാതിരി തോന്നും, നമ്മൾ കുറച്ചുകൂടെ ശ്വാസം ആഞ്ഞു വലിക്കുന്ന മാതിരി തോന്നും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മെക്കാനിസമാണ്, സോ ദാറ്റ് വി ക്യാൻ ഡീൽ വിത്ത് ദ സിറ്റുവേഷൻ. അപ്പോൾ ആ സിറ്റുവേഷൻ നീഡ്സ് മോർ അറ്റൻഷൻ. ആ അറ്റൻഷന് വേണ്ടിയിട്ട് വി മേ നീഡ് മോർ എനർജി. അപ്പം ശരീരം ട്രൈസ് ടു ഗെറ്റ് കൂടുതൽ ഓക്സിജൻ കിട്ടാൻ ശ്രമിക്കുന്നു, അവർ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ശ്രമിക്കുന്നു. സോ ദാറ്റ് ദേ ആർ ഗിയർഡ് അപ്പ്. ആ ഒരു എന്താണോ ആ സ്ട്രെസ് അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ നമുക്ക് കാണുന്ന കിട്ടുന്ന ഈ എക്സ്പീരിയൻസസ് വിച്ച് ഈസ് സംടൈംസ് ആങ്സൈറ്റി, ഒരു ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ റേസ് ചെയ്യുന്നതൊക്കെ നമ്മളൊരു ഉത്കണ്ഠയായിട്ട് നമ്മളത് ചിലപ്പോൾ മനസ്സിലാക്കാം. Meethu, just to stop, അത് സ്ലൈഡ് ഷോ ആക്കാൻ പറ്റുമോ? അതിപ്പോ എങ്ങനെയാന്ന് ഞാൻ നോക്കാം. How do I do this? മേലെ ആ സ്ലൈഡ് ഷോ മേലെ കാണുന്നില്ലേ?
ആഫ്റ്റർ ആനിമേഷൻസിന്റെ അപ്പുറത്ത് ഞാനിതൊന്ന് ചെറുതാക്കിയ കുഴപ്പമുണ്ടോ? ആക്ച്വലി അവിടെ തന്നെ കാണും, മേലെ കാണില്ലേ, ഏറ്റവും മേലെ ആനിമേഷൻസിന്റെ തൊട്ടപ്പുറത്ത്. okay. അതന്നെ. Yeah, got it. Play from current slide. Yeah. ശരിയായോ? Is it all right now? Yes. Okay, thank you. Okay, so ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ ഉപയോഗിച്ച് എന്തിനാന്ന് വെച്ചാൽ സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് എ ചേഞ്ച് ഇൻ എ സിറ്റുവേഷൻ. അപ്പം നമുക്ക് 3 സ്ഥിതിഗതിയിലേക്ക് പോവാം. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു പുതിയ ടാർഗറ്റ് വന്നു, ഒരു പുതിയ മേ ബി എ ടാസ്ക് യു ഹാവ് ടു ഡു. അപ്പം നമ്മൾക്ക് സംടൈംസ് അത് നമ്മളെ അങ്ങോട്ട് ആകെ പുട്ട് ഡൗൺ ചെയ്യും. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം യു മേ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. അപ്പം വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടിരിക്കുന്നു, അതിനെപ്പറ്റി അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുന്നു. അത് പക്ഷെ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് എ കൺവീനിയൻറ്റ് പൊസിഷൻ ഫോർ us. അതൊരു ഡിസ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മൾ അതൊരു പോസിറ്റീവായിട്ട് ഒരു ചാലഞ്ചായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഈ റിയാക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് യു ബിക്കം മോർ ഷാർപ്പർ ഇൻ യുവർ തിങ്കിങ്. സോ യു വിൽ ഗെറ്റ് എ ഫോക്കസ്ഡ് അറ്റൻഷൻ. നമ്മുടെ തിങ്കിങ് കുറച്ചുകൂടെ ക്ലിയർ ആവും. ദാറ്റ് ഈസ് കോൾഡ് യൂസ്ട്രെസ്. അതൊരു നല്ല സ്റ്റേജ് ആണ്, ബിക്കോസ് അതിനെ പോസിറ്റീവ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് അലൗസ് us to kind of നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനും നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ടാസ്ക് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമ്മളെ ആ മൈൻഡ് സെറ്റ് സഹായിക്കും. പിന്നെ വേറെ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ ഒരു ടാസ്ക് കണ്ടിട്ട് നമ്മൾ വളരെ ആങ്ഷ്യസ് ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനോ ഏത് കാര്യം ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുടെ ഒരു ഫോക്കസ് മാറിപ്പോവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ again it is distress. So eustress is the one നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അതേസമയം ഡിസ്ട്രെസ് രണ്ട് സൈഡിലുള്ളത് വലിയ സഹായം ചെയ്യത്തില്ല. സോ ഞാൻ പറഞ്ഞ മാതിരി 2-3 സിംറ്റംസ് പറഞ്ഞല്ലോ. നമുക്ക് ഹാർട്ട് പൗണ്ട് ചെയ്യുന്ന മാതിരി തോന്നും, ശ്വാസം വലിച്ചു വിടുന്നു. ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ്, ജസ്റ്റ് ടു ഡു സംതിങ്. അപ്പം നമ്മൾക്ക് ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് തിരിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആ നേരത്തെ റെസ്പോൺസ് നല്ലതായിരുന്നോ അതെയോ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ലേ എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിയാക്ഷൻസ് നമുക്ക് തന്നെ കുറേശ്ശെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിനെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യാണ് ടു ആക്സെപ്റ്റ് കൂടുതൽ ചാലഞ്ചസിനെ. അല്ലാണ്ട് മുന്നിലൊരു പുതിയ ചാലഞ്ച് വന്നാൽ അതിനെ പേടിക്കാണ്ട് അതിനെ നേരിടാനായിട്ട് നമ്മൾ ശ്രമിക്കും. It allows us to develop what we call resilience. റെസിലിയൻസിന് മലയാളത്തിൽ ഒരു വേർഡ് പറയുകയാണെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം. സോ അത് ഡെവലപ്പ് ചെയ്താൽ we can avoid what we call burnout. So what is burnout? Burnout എന്ന് പറഞ്ഞാൽ when we are under ഈ ഞാൻ പറഞ്ഞ സ്ട്രെസ്സും അതിൻ്റെ ഒരു റിയാക്ഷൻ ഈസ് ഡിസ്ട്രെസ്. അതിങ്ങനെ ഒരു കുറേ നാൾ ഓൺഗോയിങ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ കൂടെ ക്ഷീണാവും, നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും, നമ്മളുടെ ഒരു എനർജി ഒന്നും ഉണ്ടാവത്തില്ല. ആൻഡ് അത് ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈമിൽ പോയി കഴിഞ്ഞാൽ യു ലൂസ്, നമുക്ക് ആ പൊതുവെ എന്തും ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഇല്ലാണ്ടാവും. ഇത് യൂഷ്വലി ഒരു ജോലിയുടെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്ട്സിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോലിയിൽ താല്പര്യം ഉണ്ടാവില്ല. ഒരു ഓട്ടോമേറ്റഡ് ഫോമിൽ ജോലി വന്ന് ചെയ്തു പോകുന്നു എന്നല്ലാണ്ട് അതിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റോ ഇൻട്രസ്റ്റോ ഇല്ല. പിന്നെ അഗെയിൻ നമുക്ക് യു ഫീൽ വെരി ടയേർഡ് ആൻഡ് വെരി എക്സോസ്റ്റഡ്. So ഈ പിക്ചർ അഗെയിൻ one is about ഇതിന്റെ നടുക്ക് കാണിച്ചേക്കുന്നത് ആക്ച്വലി എ പ്രഷർ കുക്കർ. ഇതൊരു സൈക്കാട്രിസ്റ്റ് ഡെവലപ്പ് ചെയ്ത പിക്ചറാണ്, കോൾഡ് ലോറ കൂൺ.
അപ്പം അതിൽ നമ്മളുടെ നമ്മളൊരു നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ 2-3 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ പേഴ്സണാലിറ്റി. ചില ആൾക്കാർ കുറച്ച് ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ചില ആൾക്കാർ എല്ലാത്തിനെയും ഒരു കൂളായിട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ രണ്ടാമത് നമ്മൾക്ക് ഒരു കോപ്പ് ചെയ്യാനുള്ള സ്കിൽസ്, അത് നമ്മൾ ഓവർ ദ ടൈമാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ സ്ട്രെസ്സും അതിനെ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതെന്ന് വെച്ചാണ് നമ്മൾ പുതിയ പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളുണ്ടാവും, കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും. പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള സപ്പോർട്ട്, നമ്മൾ എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, പിന്നെ നമ്മൾ ക്രിയേറ്റീവായിട്ടും ഇൻ്റലക്ച്വലായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ. നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദർ കുഡ് ബി നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടാവാം, അത് നമുക്ക് തന്നെ എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ, നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ എഗെയിൻ പലർക്കും ഭയങ്കര തിരക്കാവും, പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അപ്പൊ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് റെഗുലറായിട്ട് നമ്മൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് 2 ഔട്ട്കം ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു ചാലഞ്ച് എടുക്കാനുള്ള ആത്മവിശ്വാസം വരും, ദാറ്റ് ഈസ് റെസിലിയൻസ്. അല്ലെങ്കിൽ വി ക്യാൻ ആക്ച്വലി ഗെറ്റ് ബേൺഡ് ഔട്ട്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ടെമ്പർമെന്റൽ ഫാക്ടേഴ്സും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഓവർ എക്സ്പീരിയൻസ് വി ക്യാൻ ഡെവലപ്പ് ബെറ്റർ സ്ട്രാറ്റജീസ് വിച്ച് വുഡ് അലൗ us to, അത് നമുക്ക് കൂടുതൽ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതും ഒരു ജോലിയുടെ കോണ്ടെക്സ്റ്റിലുള്ള ഒരു സ്ലൈഡാണ്. ദിസ് ഇസ് കോൾഡ് എ പെർഫോമൻസ് ക്ലിഫ്. യൂഷ്വലി ആ പ്ലാറ്റൂവിൻ്റെ സമയത്ത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വെയർ നമുക്ക് ഈ ഒരു ബേൺ ഔട്ട് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ടെൻഷനുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവിടെയുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ജോലി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും, പക്ഷെ നമുക്ക് എൻജോയബിൾ ആയിട്ട് കാര്യങ്ങളിൽ നിന്നെല്ലാം പലപ്പോഴും ആൾക്കാർ വിഡ്രോ ചെയ്യും. പിന്നെ പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതെനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരി ഓൺ ചെയ്യും. ഇതിങ്ങനെ കുറേ നാൾ ക്യാരി ഓൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ക്ലിഫിൻ്റെ എഡ്ജിൽ നിന്ന് നല്ലപോലെ ബുദ്ധിമുട്ടിലേക്ക് വീഴുന്നത്. പിന്നെ സഹായങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പം ആക്ച്വലി നമ്മൾ റിക്കവർ ചെയ്യും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലിഫിൽ താഴേക്ക് വീഴുന്നതിന് പകരം ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അതായത് എനിക്ക് കുറച്ച് സ്ട്രെസ്സസ് ഉണ്ട് അല്ലെങ്കിൽ ടെൻഷൻസ് ഉണ്ട്, അതെങ്ങനെ ഡീൽ ചെയ്യാന്ന് വെച്ചിട്ട് അതിനെ നേരത്തെ ഒന്ന് കണ്ടുപിടിക്കുകയും ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ക്ലിഫ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ബിക്കോസ് ഇതിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ വളരെ സട്ടിലാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു ബാഡ് ഡേ ഉണ്ടാവാം, ഒരു ദിവസം നല്ലൊരു മൂഡ് ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷേ എങ്ങനെയാണ് ഇതൊരു പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്? അപ്പം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ്, മറ്റുള്ളവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ്. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഒരു ചേഞ്ച്, ആളിലൊരു ചേഞ്ച്, ഒന്നിലൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ല എന്നൊരു തോന്നല്, അല്ലെങ്കിൽ കൂടുതൽ ദേഷ്യം. പിന്നെ പലർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ലൈക്ക് ചിലർക്ക് പനി വരുന്ന മാതിരി തോന്നുന്നു, പിന്നെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഭാരം എന്ന് പറയും. ചില ആൾക്കാർക്ക് വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഒരു മസിലിനൊക്കെ ഒരു പിടുത്തം. പിന്നെ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഉറക്കത്തിനുള്ള ബുദ്ധിമുട്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓർമ്മ ശരിയായിട്ട് നിൽക്കുന്നില്ല. ഇതെല്ലാമാണ്. ഇതൊക്കെ ഒരു ദിവസമല്ല, ഇത് കുറച്ച് നാളുകൾ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സോ ബേൺ ഔട്ടോ ഒക്കെ ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇത് സംഭവിച്ചാൽ ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്നത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി മൈൻഡ്, ഹെൽത്തി ബോഡിയുടെ ആ ലൈനിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പം ആദ്യമായിട്ട് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, അതാണ് എപ്പോഴും ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അത് അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പം ചെയ്യേണ്ടത് നമ്മൾ ഒത്തിരി ജോലികൾ എടുക്കാണ്ടിരിക്കുക, നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ എയിം ചെയ്യുക. പിന്നെ
ഏറ്റവും പ്രധാനമായിട്ട് സോഷ്യൽ സപ്പോർട്ട് എടുക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളുടെ കൂടെ നമ്മുടെ ഫാമിലി ഉണ്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. അപ്പം അതിന് ഒത്തിരി സോഷ്യൽ സപ്പോർട്ട് ഉണ്ട്. അപ്പം ഇവിടെ ഇംഗ്ലണ്ടിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, എല്ലാവരും ബിസി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് അവരോടായിട്ട് റീച്ച് ഔട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ബാലൻസ് ഉണ്ടാവണം ജീവിതത്തിൽ. അതായത് ജോലി ഒരു ആസ്പെക്റ്റ് ആണ്, അതേസമയം മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അത് ചെയ്യണം. അതെന്താണേലും, പാട്ട് പാടുന്നതാണേലും ഡാൻസ് ചെയ്യുന്നതാണേലും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് ഉണ്ടാവും. ദാറ്റ് വിൽ നമുക്കൊരു എന്താ പറയുക, കൂടുതൽ എനർജി കിട്ടും. പിന്നെ ഞാൻ വേറൊരു കാര്യം അതിൽ എഴുതിയിരിക്കണം, വർക്ക് സ്മാർട്ട് എന്നാണ്. ഇത് കാരണം ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പലർക്കും ഒരു നോ പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മളുടെ ജോലികൾ കൂടി വന്നിരിക്കും. അത് തന്നെ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടാക്കും. സോ അതായത് നമുക്ക് പറ്റാവുന്ന ജോലികൾ മാത്രം ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ ചേർത്തത് അൺഹെൽത്തി ഹാബിറ്റ്സ് ആണ്. ഇത് ഒരു പക്ഷേ ഈ ക്രൗഡിനും ബാധകമല്ലായിരിക്കും. പക്ഷേ ഇംഗ്ലണ്ടിലൊക്കെ പെർട്ടിക്കുലർലി ഇവിടുത്തെ വൈറ്റ് പോപ്പുലേഷൻ ആൽക്കഹോള് അല്ലെങ്കിൽ ഡ്രഗ്സ് റിലേറ്റഡ് പ്രോബ്ലംസിലേക്കൊക്കെ ഈ ബേൺ ഔട്ട് ലീഡ് ചെയ്യാം. അപ്പം അതും അഡ്രസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ COVID-19, അപ്പം നാച്ചുറലി എല്ലാവർക്കും ഭയങ്കര ആങ്സൈറ്റിയാണ്. ബിക്കോസ് നമ്മുടെ ആരോഗ്യത്തെ പറ്റി, വീട്ടുകാരെ പറ്റി, പേരൻസിനെ പറ്റി, അവർ എൽഡർലി ആണെങ്കിൽ അത്, പിന്നെ പെട്ടെന്ന് നമുക്കുണ്ടായിരുന്ന ഫ്രണ്ട് സർക്കിള്, പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് അതെല്ലാം അങ്ങ് നിന്നു. പിന്നെ പ്രധാനമായിട്ട് ഹോം സ്കൂളിങ്, കുട്ടികൾക്ക് ഒത്തിരി ഹോംവർക്കുകൾ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ അത് ഒത്തിരി കഷ്ടപ്പെട്ടു. ആക്ച്വലി അവർക്ക് വരുന്ന ടാസ്ക് നമ്മൾ കൂടെ ഇരുന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ അതും ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ജോലിയും കുറെ മാറി. ചില ദിവസം വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യും, ചില ദിവസം ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ ആ ബാലൻസ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്തു, തിരിച്ച് വീട്ടിൽ വന്നു, പിന്നെ റിലാക്സ് ചെയ്യുന്നു, ആ ഒരു പാറ്റേൺ എല്ലാം പോയി. പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഒക്കെ നിന്നു. പിന്നെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സോ ഒക്കെ ഇങ്ങനെ കോവിഡ് സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രെസ്സാണ്. ഇതെല്ലാം കാരണം പലർക്കും ഉത്കണ്ഠയും ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നത് ഓൾഡർ പീപ്പിൾ. അവർക്കാണെങ്കിൽ ഈ അസുഖം വന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ് കൂടുതൽ ബുദ്ധിമുട്ടും കൂടുതൽ സിവിയർ ആണ്. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയി അവർക്കൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ പാരൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കി, അതും ഒരു സ്ട്രെസ് ആവും. പിന്നെ ഓഫ് കോഴ്സ് ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു സ്ട്രെസ് ഉണ്ട്. കാരണം അവരാലോചിക്കുമ്പം പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് ജോലി ഒത്തിരി തിരക്ക് കൂടുന്നു. പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, PPE അത് ആവശ്യത്തിനുണ്ടോ, അത് ഇട്ട് ജോലി ചെയ്യുന്നതും വലിയ ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് അസുഖം വരുമോ എന്നുള്ളൊരു പേടി. പിന്നെ പല മാനസികമായ ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഉള്ളവർക്ക് ഈ ലോക്ക്ഡൗൺ ആകുമ്പോൾ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവുക, അതും ബുദ്ധിമുട്ടാവും. സോ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ നമ്മളെ സഹായിക്കണം? ബിക്കോസ് ഈ വൈറസിന്റെ സ്പ്രെഡ് കുറയ്ക്കാനായിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, സോഷ്യൽ ഐസൊലേഷൻ. പക്ഷെ ആ സോഷ്യലി ഐസൊലേറ്റഡ് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം, വി ക്യാൻ എഡ്യൂക്കേറ്റ് അവർസെൽവ്സ് വിത്ത് ആ ഒരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൈറസ്. അതെങ്ങനെ സ്പ്രെഡ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് വാട്ട് ആർ ദ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന. ഫോർ എക്സാമ്പിൾ മേ ബി ഹെൽത്തി ഡയറ്റ്, വൈറ്റമിൻ സപ്ലിമെന്റ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ലുക്കിംഗ് അറ്റ് മെയിൻറ്റെയിനിങ് ഹൈജീൻ റിക്വയർമെന്റ്സ്. അഗെയിൻ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഹാൻഡ് വാഷിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഇത് ഒന്ന് കൂടുതൽ ചെയ്യാണ്ടിരിക്കണം, കാരണം ദാറ്റ് ക്യാൻ ഓൾസോ കോസ് ഉത്കണ്ഠ. മൂന്നാമത് പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ന്യൂസുകൾ വരും, പല സോഴ്സസിൽ നിന്ന് വരും. പലതും കറക്റ്റ് ആയിരിക്കും, ചിലത് ശരിയായിരിക്കത്തില്ല. അപ്പം അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുന്നതും അതിന് ഒത്തിരി ടൈം കൊടുക്കാണ്ടിരിക്കുന്നതും നല്ലതാണ്. കാരണം അത് നമ്മൾക്ക് കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ finding ways to നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് യോഗ, മെഡിറ്റേഷൻ. ഇപ്പം there are a lot of things on YouTube. അതുമാതിരി ധാരാളം ആപ്സ് ഉണ്ട് that will help you to ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഫാമിലിയും ഫ്രണ്ട്ഷിപ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമുക്കൊരു പ്രശ്നം വന്നാൽ അപ്പം തന്നെ സഹായം തേടുക. ഇപ്പം പലർക്കും ഹോസ്പിറ്റലിൽ പോകാൻ മടിയാണ്. കാരണം ഒന്ന്, ഈ കൊറോണ വൈറസ് കിട്ടുമെന്നൊരു പേടി, രണ്ടാമതായിട്ട് നമ്മൾ ഹോസ്പിറ്റലിന് കൂടുതൽ ബേർഡൻ കൊടുക്കുകയാണോ എന്നുള്ളൊരു പേടി. പക്ഷെ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ അത് നേരത്തെ ചോദിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഒബ്വിയസ്ലി ഹെൽത്ത് പ്രൊഫഷണൽസിന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്, അവര് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഇത് തന്നെ ഡീൽ ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ പ്രഷറും അവർക്കുണ്ട്. അപ്പൊ ഇനി എങ്ങനെ ഹെൽപ്പ് ആക്സസ് ചെയ്യാം UK എന്നാണ്. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഒബ്വിയസ്ലി ഏറ്റവും പെട്ടെന്ന് പറഞ്ഞ ബെസ്റ്റ് വേസ് ടു ഗോ ത്രൂ GP കെയർ, പ്രൈമറി കെയർ, GP സർവീസസ്. പക്ഷെ GP കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, GP കാണാൻ മടിക്കരുത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അത് അവർ വേറൊരാളായിട്ട് ഷെയർ ചെയ്യത്തില്ല. അതിന് അൺലെസ് ഒരു വലിയൊരു റിസ്ക് വല്ലതും ഉണ്ടെങ്കിൽ അല്ലാണ്ട് അവർ ഷെയർ ചെയ്യത്തില്ല. അതുമാത്രമല്ല, അവർക്ക് നമ്മളെ പല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും. സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണ്ടി വരാം. പിന്നെ ചിലർക്ക് GPs ക്യാൻ പ്രിസ്ക്രൈബ് എക്സസൈസ്, വെറൈറ്റി ഓഫ് തിങ്സ്. പിന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് നമ്മുടെ റിലീജിയസ് ഓർഗനൈസേഷൻസിന്റെ കൂടെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. പിന്നെ ലോക്കൽ സപ്പോർട്ട് ഗ്രൂപ്പ്സ്. അത് രണ്ടിൻ്റെയും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കും അവർക്കും, അവർ പറയുന്നത് നമുക്കും നമ്മൾ പറയുന്നത് അവർക്കും കൂടുതൽ മനസ്സിലാവും. പിന്നെ ഒരു മനസ്സിന് റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ 2-3 ചാരിറ്റീസ് ഉണ്ട്, മൈൻഡ്, സമാരിറ്റൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ നമ്പേഴ്സ് ഒന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, കാരണം നിങ്ങൾ തന്നെ ഇത് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്പേഴ്സ് കിട്ടും. കാരണം ഇതൊക്കെ നാഷണലി എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്പേഴ്സ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻ ഒക്കെ ഉണ്ടാവാം. ഇപ്പം ഇന്ത്യയിലെ കാര്യം പറഞ്ഞാല്, ഇന്ത്യയിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്, ടെൻഷൻ അങ്ങനെയുള്ളതിന് ഒന്നില്ലെങ്കിൽ ഗവൺമെന്റിന്റെ വഴി പോവാം. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മളൊരു പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ നിന്ന് നമുക്ക് റെഫറൻസ് കിട്ടും. ആൻഡ് ട്രീറ്റ്മെന്റ് ആക്ച്വലി ഈസ് ഫ്രീ. അതിന് പിന്നെ ഈ സൈക്കാട്രിക് അസോസിയേഷൻ കേരളത്തിന്റെ അവർക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അതിന്റെ പേര് സാന്ത്വന സ്പർശം. അത് കൂടാണ്ട് ഓഫ് കോഴ്സ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. ആ വഴി നിങ്ങൾക്ക് സഹായം തേടാം ഇഫ് ആവശ്യമുണ്ടെങ്കിൽ. മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഖത്തറിൽ എൻ്റെ ഒരു കൊളീഗും ഫ്രണ്ടും സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞത് അവിടെ ഒരു നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അതുവഴി അവർക്ക് സഹായം കിട്ടും. പിന്നെ അത് കൂടാണ്ട് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അവര് പുറത്തേക്ക് ചെന്നിട്ട് അതിന് സഹായവും ചെയ്തു കൊടുക്കും, ഹോസ്പിറ്റൽ അല്ലാണ്ട്. പിന്നെ ഉള്ളത്, പിന്നെ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈനും ഉണ്ട്, ക്ലിനിക്കും ഒക്കെ ഉണ്ട്. Although I was talking about stress and also how we can maintain a healthy mind and body, എനിക്ക് തോന്നി it is important just to talk briefly about ഈ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ്. അത് കോമൺ വൺസ്, നോട്ട് ദ കൈൻഡ് ഓഫ് ദ സിവിയർ വൺസ്. അപ്പം ഞാൻ 3 കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഒന്ന് മൂഡ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡേഴ്സിൽ 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന് പലർക്കും അറിയുന്ന മാതിരത്തെ വിഷാദ രോഗം. മറ്റൊന്നുള്ളത് ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും. അതായത് നമ്മുടെ മൂഡിന് ഒത്തിരി വേരിയേഷൻസ് ഉണ്ടാകും. ഒത്തിരി സന്തോഷമുള്ള സമയങ്ങളിലും ഭയങ്കര സങ്കടമുള്ള സമയങ്ങളിലും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ആൻഡ് എല്ലായ്പ്പോഴും മരുന്നല്ല. സം ഓഫ് ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ ഹെൽപ്പ്, ചിലതൊക്കെ സോഷ്യൽ ഹെൽപ്പാണ്. അപ്പം ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രീറ്റ്. അതായത് ഇതിനൊരു ഒരു മാറാരോഗമല്ല, ഇത് മാറിക്കിട്ടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ, അത് വളരെ കോമൺ ആണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ. അപ്പോൾ അവരുടെ എന്ന് വെച്ചാല് ഉത്കണ്ഠ ചിലപ്പോൾ ജനറൽ ആയിട്ട് എല്ലാത്തിനോടും ഒരു ഉത്കണ്ഠ ഉണ്ടാവാം. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക കാര്യങ്ങളോട് ഉത്കണ്ഠ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ സ്പൈഡർ, അങ്ങനത്തെ കാര്യങ്ങൾ.
ഉത്കണ്ഠയുടെ പ്രധാന ട്രീറ്റ്മെൻറ്റ് സൈക്കോളജിക്കൽ തെറപ്പീസാണ്. പക്ഷേ മെഡിക്കേഷൻ ഓപ്ഷൻസ് അവർ തെറ്റിയതാണ്. മെഡിക്കേഷൻസ് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ പ്രിഫറൻസ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയും, അത് പ്രധാനമായിട്ടും റിലേറ്റഡ് ടു ചേഞ്ച്. ഇപ്പം ആരെങ്കിലും ഒത്തിരി നാൾ ഇംഗ്ലണ്ടിൽ ജീവിച്ചു തിരിച്ച് ഇന്ത്യയിലേക്ക് ജീവിക്കാൻ പോയി, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിക്കപ്പുറം നീണ്ടു നിന്ന് പോകുമ്പോഴാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. പക്ഷെ അതിന് കിട്ടുന്ന നമുക്ക് ഓരോ സിംറ്റംസ് അത് നമ്മൾ നോട്ട് ചെയ്യുന്നത് വിഷാദമായിട്ടോ അല്ലെങ്കിൽ ഉത്കണ്ഠയായിട്ടോ ഒക്കെയാണ്. ഞാൻ പറഞ്ഞു കോമൺ ആണ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ ഒരു 6 ആൾക്കാരുടെ ഉള്ളിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു കണ്ടീഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാവും. ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു വലിയ സ്റ്റഡി നടത്തിയപ്പം അതിൽ ഇത് കറക്റ്റായിട്ടുള്ള ഡാറ്റയല്ല, പക്ഷേ ഒരു 3% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരളത്തിലത് കുറച്ചുകൂടെ കൂടുതലാണ്. ഇത് കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്. പിന്നെ പ്രായം കൂടുമ്പോൾ ഈ ഇങ്ങനത്തെ മാനസിക ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും. പിന്നെ ഈ വിഷാദരോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡിൽ തന്നെ ഒരു ഡിസബിലിറ്റിയുടെ ഒരു വലിയ കാരണമാണ്. ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല, പ്രധാനമായിട്ട് ഈ കണ്ടീഷൻസ് ഐ തിങ്ക് നമ്മൾക്ക് ഇന്ത്യക്കാരുടെ ഇടയിലും മലയാളികളുടെ ഇടയിലും ഒക്കെ മനസ്സിനും ബുദ്ധിമുട്ടുകൾ പൊതുവെ ആൾക്കാർക്ക് പറയുന്നത് അത്ര താല്പര്യമില്ല. കാരണം പ്രധാനമായിട്ട് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റി നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത് വളരെ കോമൺ ആണ്. ഇത് എല്ലാവർക്കും എപ്പോഴെങ്കിലും വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഇതിന് പലപ്പോഴും മരുന്ന് വേണ്ട വരത്തില്ല, നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഉണ്ട്. അത് തന്നെ നല്ല വേരിയേഷനിലുണ്ട്. ചെറിയ ലോ ലെവൽ സൈക്കോളജി ഉണ്ട്, അതുമാതിരി ടാർഗറ്റഡ് ആയിട്ട് പ്രത്യേക സിംറ്റംസിന് വേണ്ടിയിട്ടുള്ളതുമുണ്ട്. പിന്നെ നമുക്ക് ചിലപ്പം ജസ്റ്റ് എക്സ്ട്രാ സോഷ്യൽ സപ്പോർട്ടിൻ്റെ മാത്രം ആവശ്യം ഉണ്ടാവത്തുള്ളൂ. ഇനി അഥവാ മരുന്നുകൾ വേണ്ടി വന്നാൽ അതുകൊണ്ട് അതിന് ബെനിഫിറ്റ് ഒക്കെ പ്രൂവൺ ആണ് റിസർച്ച് വഴി. പിന്നെ ദേ ആർ നോട്ട് അഡിക്റ്റീവ്, അത് നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നതല്ല. ഈ മരുന്ന് ഉപയോഗിക്കാനുള്ള കാരണം ഈ വിഷാദം, ഉത്കണ്ഠ, ഇതിനൊക്കെ ഒരു സയൻസ് ഉണ്ട് അതിൻ്റെ പുറകിൽ. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഇതിന് മലയാളം വേർഡ് എനിക്ക് അറിയില്ല, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതിൻ്റെ വേരിയേഷൻസ് വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അപ്പം മരുന്നുകൾ കൊണ്ട് ആ വേരിയേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇറ്റ്സ് അബൌട്ട് ഈ പ്രഗ്നൻസിയും അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമുള്ള പ്രോബ്ലംസ് വളരെ കോമൺ ആണ്. അത് ബിക്കോസ് ഇറ്റ്സ് മെയിൻലി ഒരു ഫീമെയിൽ ക്രൗഡിന് ഡെലിവറി ചെയ്യുന്നതുകൊണ്ട് ഞാനിത് സ്ലൈഡ് ചേർത്തതാണ്. അപ്പം പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ ബേബി ബ്ലൂസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അത് യൂഷ്വലി ഹാപ്പൻസ് ഒരു 2 ബർത്ത് കഴിഞ്ഞ് കുറച്ച് വിത്തിൻ വീക്സ്. ഇത് കുറച്ച് ദിവസമേ നീണ്ടു നിൽക്കത്തുള്ളൂ. നമുക്കൊരു വിഷാദം, ആകാംക്ഷയൊക്കെ തോന്നാം. ആൻഡ് കുറച്ച് സോഷ്യൽ സപ്പോർട്ടിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. അതേസമയം പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ അത് കുറച്ചുകൂടെ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കുറച്ച് നാൾ നീണ്ടു നിൽക്കാം. അന്നേരം അതിന് ഒരു പക്ഷേ ചിലപ്പോൾ മരുന്നിൻ്റെ ആവശ്യം വരാം. പക്ഷേ ആദ്യമായിട്ട് നോക്കുന്നത് മിക്കവാറും സൈക്കോളജിക്കൽ തെറപ്പി അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു പക്ഷേ അത് ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് മാത്രമല്ല, ഇതിലെ മരുന്നുകൾ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്യുമ്പോൾ സേഫായിട്ട് കൊടുക്കാവുന്ന മരുന്നുകളുമുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. അതൊരു റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അത് 1 in 1000 ആൾക്കാരിലേ അത് കാണത്തുള്ളൂ. പക്ഷെ അത് നീഡ്സ് പെട്ടെന്ന് അറ്റൻഷൻ കൊടുക്കണം, ട്രീറ്റ്മെൻറ്റും കൊടുക്കണം. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ആൻഡ് താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി.
Roshni? Yeah. Okay. Thank you, Meethu. Very interesting talk. I know lots of useful information out there. ഇനി നമുക്ക് Q&A കിടക്കാം. നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ആയിട്ട് വന്നിട്ടില്ല. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഇൻ ദ ചാറ്റ് ബോക്സ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ചാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ടൈപ്പ് ഇൻ ചാറ്റ്. അല്ല ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ റേസ് ഹാൻഡ് സോ ദാറ്റ് വി ക്യാൻ അൺമ്യൂട്ട് യു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ സോ ഐ വിൽ ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The question is, you can hear me, yeah? Yeah. My sleep is very fragmented. I do not find the sleep refreshing. Any tips? Okay. Sleep is a big topic. പക്ഷേ 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളത് സ്ലീപ്പ് ഉറക്കം എങ്ങനെ ഹൗ വി ക്യാൻ ഒപ്റ്റിമൈസ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മേ ബി ദ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് ചെയ്യാനുള്ളത് ഈ കോഫി ടീ അങ്ങനെയുള്ളതൊക്കെ ആഫ്റ്റർനൂണിന് മിഡ് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് കുടിക്കാതിരിക്കുക. പിന്നെ മേക്കിംഗ് ഷുവർ ദാറ്റ് യു ആർ ഇൻ ദ റൈറ്റ് എൻവയോൺമെൻറ്റ് ടു ഗെറ്റ് ടു സ്ലീപ്പ്. ഡിസ്റ്റർബൻസസ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രമിക്കുക. സ്ക്രീൻ ടൈം കുറയ്ക്കുക. റിലാക്സിങ് മ്യൂസിക് ഒക്കെ വയ്ക്കുക. ആൻഡ് പിന്നെ വേറെ ആലോചിക്കാനുള്ളത് ഇസ് ദർ എനിത്തിങ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ സ്ലീപ്പ്, ലൈക്ക് എന്തെങ്കിലും മരുന്നുകളുണ്ടോ അല്ലെങ്കിൽ ഇഫ് ദർ എനി സ്ട്രെസ്സസ്. സോ ഈ കുറച്ച് കാര്യങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് സ്ലീപ്പ് ഹൈജീനിന് വേണ്ടി ശ്രമിക്കേണ്ടത്. പിന്നെ ഇത് ട്രൈ ചെയ്ത് ഒരു കുറച്ച് നാൾ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ദർ ക്യാൻ ഓൾസോ ബി വി ക്യാൻ സംടൈംസ് യൂസ് സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ്. അത് റെഗുലറായിട്ട് ഉപയോഗിക്കണമെന്ന് കാര്യമില്ല. കുറേ ദിവസം ഉപയോഗിക്കേണ്ട, ഒരു പക്ഷേ ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് 1 വീക്കിനൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്ലീപ്പ് ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. Okay. Someone has posted a sleep hygiene some document which they can download. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് you can read further about it. We have got few more questions here. So the next one is how effective is resilience training in dealing with stress and anxiety? Resilience training is actually that is actually self-training. കാരണം നമുക്ക് when you go to psychological therapies you can get some tips from these kind of lessons, then you can get some training on it. പക്ഷേ it is all about us trying to practice it. ആ ഒരു that ability to kind of maybe നമ്മുടെ ഓരോ സിറ്റുവേഷനും നമ്മൾ എങ്ങനെ ഡീൽ ചെയ്തു എന്ന് കണ്ടുപിടിക്കാനും പിന്നെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്ന് നോക്കാണ്ടും അതൊരു ലോങ് പ്രോസസ്സാണ്. ഇറ്റ് ടേക്സ് എ ബിറ്റ് ലോങ്കർ. പക്ഷേ നമ്മൾ അതുമായിട്ട് പെർസീവിയർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി സക്സസ്ഫുൾ. Okay, thank you. The next question is, can you suggest some simple practical interventions to tackle stress? Simple practical interventions. I think key thing is to have a രണ്ട് മെയിൻ കാര്യങ്ങൾ ചെയ്താൽ മതി. One is to try and have a balance. ഇപ്പം I know that most of us have very busy lives, പക്ഷേ to have that little bit of time for yourself, that is my time, me time, and doing something you enjoy. It could be a variety of things, and there are people who enjoy cycling, running, അങ്ങനെ something you can do for yourself. That is very important in dealing with stress. And the second thing possibly is good sleep. That will also help you with the dealing with the stress. പിന്നെ 2-3 വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. പക്ഷേ I think with everybody having busy lives, നമുക്ക് it also depends on what all things you enjoy the most. കാരണം ചില ആൾക്കാർക്ക് having that social contact is the most important thing that's going to help them rejuvenate themselves. Yeah. The next one, relationship between dreams and mind and anxiety. Relationship between dream, mind and anxiety. Well, I think നമ്മുടെ sleep is actually going through 2 different phases of REM sleep, rapid eye movement sleep, non-REM sleep ഉണ്ട്. അപ്പം ആ REM sleepലാണ് dreams വരുന്നത്. And it can sometimes be related to what is actually going through your mind sometimes. So there is definitely a relationship.
I hope they got the answer, whoever asked the question. Now, there are a couple of questions more from the chat. But nowadays, students are facing a lot of depression and anxiety due to closure of schools. Any basic tips to give students, particularly for students? Students, no, cherry students are not there. It must be big. I guess maybe not like. I think maybe. രണ്ടൊന്ന് കാര്യങ്ങളാണ് because school has actually not given them the structure. അവർക്ക് usually friends. It says big students, teenagers. Teenagers, yeah, okay, fine. So I think രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. I think children at that stage, അവരുടെ social contact is really important. I think they lost that because of this lockdown. So one of the things is to keep connected with the friends. And I think the other thing is also, I think it is maybe a bit of a hassle for the parents because of this current COVID situation. There is a lot of need for volunteering and services. And I think കുറച്ച് limitations ഉണ്ട്. Above 18 ഒക്കെയാണ് അവർക്ക് ചേരാൻ പറ്റത്തുള്ളൂ. So in some ways, getting them engaged in some of the activities would be helpful. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇംഗ്ലണ്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ കുട്ടിക്കും എല്ലാവർക്കും ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. So they were supposed to make a rainbow and give it to the hospital so that it can be put somewhere there. So അങ്ങനെ just give them some realistic tasks which are of benefit. അവരോട് ഏത് നേരം പഠിക്കാൻ പറയുന്നത് ഒരു പക്ഷേ will not potentially help them because എപ്പോഴും സ്ക്രീനിൽ നോക്കി പഠിക്കുന്നത് is quite difficult. So giving them some meaningful activity and giving some time to them would probably be the best help. Maybe get them to help at home. Yeah, that's a good one. I didn't think about that. But some meaningful activity where there is an outcome because, kuttiyalku, they can volunteer, they can help in kind of community centers and things like that to support. Yeah. Obviously, social distancing is important, keeping that in mind. And what are the mental health disorders associated with excessive social media activity? Excessive social media activity, I think one of the main thing is if you think about the social media, we end up comparing ourselves a lot with others. Then there could be bullying. അതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. And I think both of them are associated with anxiety and depression. So basically, ulkanda undavam, depression undavam. You end up being because social media ends up a lot of comparison happens. And that ചില ആൾക്കാർ അതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കും, ചില ആൾക്കാർക്ക് it actually becomes a burden. Peer pressure as well. But I think that is an end to our questions in the chat. From our side, a few questions. When Meethu talked meditation കുറിച്ച് just mention ചെയ്തു, അത് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Just can you elaborate on that? Okay, I think I'll talk a little bit more about mindfulness because meditation and mindfulness. That was another thing I wanted to ask. Namla ee GP PLT sessions nokke the 3 monthly ones. Approke every time it is short session undavum about mindfulness courses for healthcare professionals nokka paranittu. Yeah. So just a bit about that as well. And what is the actual difference between mindfulness and meditation? Well, I think I know more about mindfulness than about meditation. It kind of comes in the same principle. So mindfulness, what you try to do is ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ I did some mindfulness training. So I was told that നമ്മൾക്ക് ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ you just focus on the food. So you can focus, കാരണം നമ്മളൊക്കെ busy careersൽ when you are having food, you are thinking about നാളെ എനിക്ക് ആ ബില്ല് പേ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നാളെ എനിക്ക് ജോലി സ്ഥലത്തിൻ്റെ സമയത്ത് എത്താനുള്ളത്. Are the different things which go through everybody's mind. പക്ഷേ it is training your mind and attention just to the food. So ഇന്ന് നിങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ you should not think about anything else apart from just that food in front of you. അത് കഴിഞ്ഞിട്ട് അതിനെ മാത്രം ആ ഫുഡിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും മാത്രം എൻജോയ് ചെയ്ത്
do it for 2 minutes. That is mindfulness. So mindfulness is just being mindful of what you're doing at that time. So meditation is also leaving your mind blank. Alengi you focus on one thing. You imagine something and then you just focus on that. So what you're trying to do is you're trying to train your mind to actually just have oru karyathil concentrate cheyanayittu, not at different things. So it allows you to have a bit of you are settling to one conversation or one stream of thought. Okay. Just one more question. Role of vitamin D in stress management. The vitamin D usually നമുക്ക് physical, illness ഉണ്ടെങ്കിൽ tiredness ഒക്കെ vitamin D cause ഒക്കെ ആയിട്ട് വരുമ്പോൾ that is one part. But from the psychology point of view, what's the relation? I think Adinapati, I probably will have to pass it because we have not used vitamin D for any stress-related issues. But obviously, vitamin D deficiency does cause tiredness. Think about if you kind of make that link of feeling tired, not able to do what you need to do, then makes your anxiety or depression worse. Angane oru correlation undante. There is no direct correlation which I am aware of between anxiety and vitamin D. Pakshe, there is a correlation with the tiredness. Yeah, that's definitely there. Tiredness, നമ്മൾ എപ്പോഴും tirednessന്റെ causes നോക്കുമ്പോൾ investigate ചെയ്യുമ്പോഴൊക്കെ vitamin D is one of the main things along with thyroid, anemia and ഒക്കെ കൂടെ. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു it is some relation with cortisol or some hormonal changes during stress, which can lead to vitamin D deficiency or something like that. എനിക്ക് clear ആയിട്ട് ഓർമ്മയില്ല. I will have to pass that, but I'll look up and will let that's you fine. know. If there is something, because I would like to know as well, because as Asian population, we are always low in vitamin D. But not necessarily stress. Allatha vitamin D deficiency. That's what I'm saying. It's anywhere low. So I think, especially in this crisis with COVID-19, we're all asked to take some vitamin D supplements as well. Yeah. I think we have got a few more questions in the chat. Talking or screaming during sleep is something to be concerned in adults or children. What would be the cause and therapy for the same? I think sleepwalking is part of the non-REM sleep. അതായത് നമ്മുടെ sleep where your brain the brain is not active and your muscles are relaxed. Whether there isn't a treatment, generally it is not considered as a significant problem. But I think if it is becoming a problem, then we need to kind of look at the sleep. I think it needs a little bit more than a psychiatrist. Usually a sleep clinic referral and looking into the pattern is needed. Generally, it is not too worrying. Okay. But it depends on what extent to which you are actually if you are sleepwalking and out of the house, and take a situations then that needs attention. But I don't think it probably will be in the remit of a sleep clinic. There's another question which is related to sleep. Tips for good sleep. Anything for you to suggest? I think what I will do is I will send a link of the Royal College of Psychiatrists in the sleep hygiene. There's a leaflet which is actually quite helpful. Again, talking about that normal things, like being active during the daytime, not to have coffee or tea after mid-afternoon, reduce your screen time, don't watch anything too exciting or adrenaline pumping before you go to sleep. Things like making sure that the environment is okay, that adhigam noise onnum illa, angantha karyangalake. Those are the first steps. Pinna there is also people who doesn't want to go down the route of medication. There is a new therapy. I don't know if it is available widely in primary care. There is something called CBT for sleep. Again, psychological therapies for sleep. That's widely available. But that is something. That is specific referral. Yeah.
I mean, I think sleep is one of the main concerns. We have got another question about sleep. What are some techniques to shut the mind for a better sleep? Anything you want to add on, or you can give the link later? I think yani parna karyanga thanne I will have to just repeat. Basically, I think basically the same. Okay. Yeah, it's trying to kind of I think coffee, tea, exercise is possibly the most important things, and trying to get the environment right. And of course, medications are always an option, but I don't think it is something I recommend in long term for anybody. Yeah. One last question. Your common suggestion to overcome job-related stress? Job-related stress. I think smart work. I think I put that in the slide there. So smart work is basically we'll have realistic goals about what we can achieve. And I think, I don't know about others, I sometimes find it hard to say no. Or extra task vannayumbam adu no parayundathu eduthu parnal you will be able to do your work well. But when you kind of overburden yourself with extra work, that can lead to job-related stress and burnout. I think that's the end of the questions. Now, Muhammad Ali has shared a link about the sleep hygiene. Just go through the link. Meethu പറഞ്ഞ പോലെ മീതുന് ഷഹീനിൻ്റെ അടുത്തോ നമ്മുടെ താഴത്തെ ലിങ്ക് തന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് പാസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മളെ ഓൾ ക്വസ്റ്റ്യൻസ് ആൻസേർഡ് സോ വെൽ. ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് മലയാളത്തിൽ പറയാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്, ബട്ട് യു ഹാൻഡിൽ റിയലി വെൽ. പിന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, ബീങ് എ GP നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ കുറേ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നതാണ്, സ്ട്രെസ് ആയിട്ടും ഡിപ്രഷനായിട്ടും. One thing I just wanted to mention is, ഈ നമ്മളുടെ ഏഷ്യൻ പോപ്പുലേഷനിൽ എസ്പെഷ്യലി ലേഡീസ് I mean സിവിയർ സ്റ്റേജ് ആവണ വരെ ഉള്ളിൽ ഒതുക്കി വെച്ച് until it gets to a worse stage അതുവരെ മെഡിക്കൽ അറ്റൻഷൻ ഒന്നും സീക്ക് ചെയ്യൂല, ഡോക്ടറിനെ കാണൂല. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് അവർ വരുന്ന സമയത്താവുമ്പോഴേക്ക് പിന്നെ മെഡിക്കേഷൻ വേണ്ട സ്റ്റേജും കുറേ ഇന്റർവെൻഷൻസ് വേണ്ട അങ്ങനെ ഒരു സ്റ്റേജിലാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, in UK എസ്പെഷ്യലി ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇസ് GP. അപ്പോൾ GP അപ്പോയിൻമെന്റ് എടുത്ത് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുക. If you have got any sort of symptoms, Meethu explain ചെയ്തതിൽ ഏതെങ്കിലും symptoms. Sometimes tiredness ഒക്കെ ചിലപ്പോൾ may not be any stress or anxiety. നമ്മൾ ആദ്യം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ അനീമിയ അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലം, അതർ പ്രോബ്ലംസ് ആവാം, മെഡിക്കൽ പ്രോബ്ലംസ് ആവാം. പക്ഷേ അതാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ല അതൊക്കെ റൂളായിട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി സംതിങ് ലൈക്ക് സ്ട്രെസ് ഓർ ഏർലി സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ. അപ്പൊ ഏർലി സ്റ്റേജസിൽ വന്നിട്ടുണ്ടെങ്കിൽ ദ മെയിൻ തിങ് ഇസ് നമുക്ക് പിന്നെ GPs ക്യാൻ ഹെൽപ്പ് യു വിത്ത് നോൺ മെഡിക്കൽ സപ്പോർട്ട്, കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ വേറെ സെൽഫ് ഹെൽപ്പ്, മറ്റേ ഓൺലൈൻ സെൽഫ് ഹെൽപ്പ് പേഷ്യൻസിന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ മേ ബി ഇഫ് ദേ കം ഏർലി, അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. So that they may not need actual medications. അപ്പോൾ അല്ലാതെ തന്നെ ഒക്കെ മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റും ടു എൻ എക്സ്റ്റെൻറ്റ്. അപ്പം അതൊരു പോയിന്റ് നോട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മളെ കോവിഡ് ഇതൊക്കെ ആയതുകൊണ്ട് GP അപ്പോയിൻമെന്റ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഫോർ ടെലിഫോൺ അപ്പോയിൻമെന്റ്സ്. നമ്മൾ ഇങ്ങനത്തെ സ്ട്രെസ്, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ടു ഗെറ്റ് ദം സോർട്ടഡ്. വെച്ചോണ്ട് ഇരുന്നിട്ട് വേഴ്സായി വേറൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇഫ് യു ഹാവ് റിയൽ കൺസേൺസ് ഓൾവേസ് ഗോ ടു യുവർ GP. അതാണ് എനിക്ക് മെയിൻ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ so before passing on to Shahina, I think there is something which has come up in the chat. When Amina has just mentioned about, I'll just read it out what she has written. I don't think it's a question,
think it's just some information for everyone. CBT for insomnia will create more awareness about how the sleep function works, and it is available for people with sleep problems alone, and when it is having a significant impact on your day-to-day functioning. Your local primary mental health care will be able to support you with that. Search for the psychological therapies service in your areas, and it is available through the NHS. I think thank you, Amina, for the information. Yeah, I think that's all from. I just had to say one more thing just to Sure. that, because I think Namala, as Asians and Indians living in another country, Namala, we are always very last to seek help. Yeah. അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം. ബിക്കോസ് ഇപ്പൊ ഈ കോവിഡില് ദിസ് ബിക്കോസ് ഓഫ് ദ BAME പോപ്പുലേഷന്റെ ഹയർ ഡെത്ത് റേറ്റ്സിലും സ്റ്റഡി ഒക്കെ നടത്തിയപ്പോൾ വൺ ഓഫ് ദ തിങ്സ് വിച്ച് വാസ് ഹൈലൈറ്റഡ് വാസ് ദാറ്റ് നമ്മൾ ഒത്തിരി സഹിക്കുന്ന ആൾക്കാരാ. വി പുട്ട് അപ്പ് വിത്ത് എ ലോട്ട് ആൻഡ് നമ്മൾ വി ലീവ് ഇറ്റ് ടു ദ ലാസ്റ്റ്. അത് ആക്ച്വലി നമുക്ക് ഒരു ബെനിഫിറ്റും തരുന്നില്ല. ഇറ്റ് ആക്ച്വലി ബിക്കംസ് അൺഹെൽപ്ഫുൾ ടു us, because particularly depression, anxiety and all, if we know it early, we can really manage with psychological therapies, and that's always possibly the best way forward initially. So yeah, seek help early. I second you fully on that. That's the main take home from today's topic. Yeah, Shahina, over to you. Okay. So thank you, Roshni. A big thank you to Meethu for the excellent talk. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മീത്തു ഷെയർ ചെയ്ത എല്ലാ ടിപ്സും ഡെഫിനറ്റ്ലി എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ താങ്ക് യു ടു റോഷ്നി ഫോർ ഡൂയിങ് ദ Q&A സെഷൻ. പിന്നെ അതേപോലെ തന്നെ ബിഹൈൻഡ് ദ സീൻസ് ചെയ്ത മുബീന, താങ്ക് യു വെരി മച്ച്. ലാസ്റ്റ് ആയിട്ട് താങ്ക് യു ടു ഓൾ ഓഫ് യു ഫോർ അറ്റൻഡിങ് ദ വെബിനാർ. അപ്പൊ അടുത്ത വെബിനാർ നമുക്ക് അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേമസ് യൂട്യൂബർ വ്ളോഗർ ആയിട്ടുള്ള ഷംഷീർ ആയിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാഷൻ അല്ലെങ്കിൽ ഹോബീസ്, ഇൻട്രസ്റ്റ് അത് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടച്ച്. നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. സോ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ മുബി ആൻഡ് റോഷ്? ഇല്ലെങ്കിൽ I think that's all from us. I think you have mentioned everything. So thank you to all. Yes. So I think we can conclude here, Ale. Okay, but thank you for the team for giving me this opportunity. Okay, Sheri Anna, have a good evening.